വളരെ ശക്തമായ എല്ലാ ഭാഗത്തും ഇവിടെയും അതിന്റെ വ്യാപനം ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പൂർണ്ണമായും നിരോധിച്ചിട്ടുള്ള കാര്യം എവിടെയെങ്കിലും അത് ഉണ്ടെങ്കിൽ അത് കണ്ടെത്തുക. അപ്പൊ ഓപ്പറേഷൻ തുഫാൻ നർക്കോ ഹണ്ടിന്റെ ഭാഗമായി വ്യാപകമായ ചർച്ച അത്തരം നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ, അതുപോലെ തന്നെ മയക്കുമരുന്ന്, കഞ്ചാവ് പോലെയുള്ള വസ്തുക്കൾ ഒന്നും ഉപയോഗിക്കാനോ വിൽക്കാനോ പാടില്ല. സംശയമൊന്നുമില്ല. ശക്തമായ നടപടിയുമായിട്ട് ഇടുക്കി അട്ടപ്പാടി പോലുള്ള മലയോര മേഖലയിൽ സ്പെഷ്യൽ ഡ്രൈവുകളുണ്ട്. കാരണം ഒരുപാട് വന്യ പ്രദേശങ്ങളാണ്. ഇവിടെ പ്രത്യേകിച്ചും അതുണ്ടാവും. ഈ മന്ത്രിമാരുള്ള ഒരു ചെറിയ രണ്ട് തട്ടിലാണോ അതായത് ശബരിമല ഉള്ളതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അതില് നമ്മൾ പറഞ്ഞത് അനുസരിച്ച് നിലവിൽ ഇപ്പോൾ SIT ഉണ്ട് എന്നുള്ളതാണ് തങ്ങൾ പറഞ്ഞു. KM പറയുന്നത് അങ്ങനെയല്ല. ഇനി ഒത്തിരി അന്വേഷണം ഇനി വേണമെങ്കിൽ പുതിയൊരു ടീമിനെ വെക്കാം. അങ്ങനെയുണ്ടോ? ആദ്യം വേണ്ടത് SIT ഓൾറെഡി ഉണ്ടല്ലോ, കോടതിയുടെ നിയന്ത്രണത്തിലാണ്. അതിന്റെ റിപ്പോർട്ട് ഇന്നലെ കോടതി കൊടുക്കട്ടെ, എന്നിട്ട് നമുക്ക് മറ്റു കാര്യം കാരണം കോടതി നിയന്ത്രണത്തിലാണ് SIT. ആ SIT റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പരിശോധിക്കാം. വ്യത്യസ്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പൊ നടക്കുന്ന എന്താണ്? കോടതിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു അന്വേഷണമാണ്. കോടതിയാണ് ഈ SIT വെച്ചത്, ഗവൺമെന്റ് ആയിരുന്നല്ലോ. അപ്പൊ അതിന്റെ റിപ്പോർട്ട് കൊടുക്കട്ടെ, കൊടുത്തു കഴിഞ്ഞാൽ ആരോഗ്യം. മറ്റൊന്ന് ഇടുക്കിയിൽ ഏറ്റവും വലിയ കയ്യേറ്റം താങ്കളവിടെ സന്ദർശിച്ചാണ്. ഏത് രീതിയിലാണ് ഞാനവിടെ സന്ദർശിച്ചോട് കൂടിയാണ് ചൊക്രമുടിയിലുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. ശക്തമായ ഇപ്പോഴും അത് കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് വേണ്ട രീതിയിൽ കൊണ്ടുപോയി. ഞങ്ങൾ അതിനെ ആ കയ്യേറ്റമാണ്. അത് ഏറ്റവും കൂടുതൽ പാരിസ്ഥിതിക പ്രശ്നങ്ങളുള്ള സ്ഥലമാണ്. അവിടെ ഒരു കാരണവശാലും കയ്യേറ്റം അത് ചെയ്യുന്ന ആളുകളെ നിയമത്തിൽ കയ്യേറ്റത്തിലുപരി അവിടെ തെഫ്റ്റ് എന്നുള്ളൊരു എലമെന്റ് കൊടുത്തു. കാരണം മരങ്ങൾ മുറിച്ച് കടത്തിയിട്ടുണ്ട്, സർക്കാർ ഭൂമി നേരത്തെയുള്ള കാര്യമാണ്. അതിനെപ്പറ്റിയാണ് ആലോചിച്ചത്. പിന്നെ അത് പട്ടയം കൊടുത്ത നടപടി ഉണ്ടായി. ഇനി ഫർദറായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടപടി ഉണ്ടാവും. എല്ലാ വിഷയങ്ങളും പെട്ടെന്ന് ചോദിച്ചാൽ പറയാൻ കഴിയും. അതെന്താണെന്ന് വെച്ചോ. കൂടുതൽ വാർത്തകൾക്ക് News18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.